നമസ്കാരം. വെൽക്കം ടു മൂവി ട്രിപ്പ്. അപ്പോൾ മിനസോട്ടയിലെ നോർമൽ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു പട്ടണത്തിലെ ഉലിസിസ് എന്നുള്ള ഓഫീസർ പുതിയ ഡെപ്യൂട്ടി ചീഫായിട്ട് താൽക്കാലികമായിട്ട് ജോയിൻ ചെയ്യാണ് അവരുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഓഫീസർ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിരുന്നു. അപ്പൊ അതിനെ തുടർന്നാണ് ഉലിസിസ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ആദ്യമേ പുറമേ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല എന്താ പറയാ സമാധാനപരമായിട്ടുള്ള ഒരു ചെറിയ പട്ടണമാണ് ഈ നോർമൽ. പക്ഷെ എന്തൊക്കെയോ ദുരൂഹ സാഹചര്യങ്ങൾ മീൻസ് ഇൻ ദ സെൻസ് ദുരൂഹതകള് ഈ പട്ടണത്തില് ഉള്ളതായിട്ട് ഈ ഉലിസിസിന് സംശയം തോന്നിയിട്ടുണ്ട്. കാരണം ഒന്നാമത് ഈ ഓഫീസർ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. പക്ഷെ എന്നാലും ബാക്കിയുള്ള കൂടെയുള്ള ആളുകൾക്കൊന്നും അതിലൊരു സങ്കടമോ അങ്ങനെ ഒരു ഒന്നും ഫീൽ ചെയ്യുന്നില്ല ആരും. അപ്പൊ അതിൽ തന്നെ ഉലിസിസിന് കുറച്ച് ഡൗട്ട്സുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പൊ ഈ ഡൗട്ട്സുകൾ ഉള്ള ടൈമിലാണ് ലോറി പിന്നെ കീത്ത് ഈ രണ്ടുപേര് അതായത് ദമ്പതികളാണ് ഇവര് നോർമലിലെ ബാങ്ക് കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോ ഈ ബാങ്ക് കൊള്ളയടിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഈ പോലീസുകാർ ഭയങ്കരമായിട്ട് പാനിക് ആവുന്നുണ്ട്. അപ്പോ ഈ സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവര് ഫുൾ ടീം ബാങ്കിൽ എത്തുന്നുണ്ട്. അപ്പോൾ ബാങ്കിന്റെ അകത്തേക്ക് വേറൊരു ഇഷ്യൂസ് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഉലിസിസ് കയറി ചെല്ലുന്നുണ്ട്. പക്ഷേ അതേസമയം പിന്നിൽ നിന്ന് ബാക്കി പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ ബാങ്കിലേക്ക് വെടിയുതിർക്കുകയാണ്. പോലീസിനെ വെടികൊള്ളുന്നുണ്ട്. പക്ഷെ ഭാഗ്യം കൊണ്ട് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ ബാങ്കിലെ ജീവനക്കാർ അതേസമയം മരിക്കുന്നുണ്ട്. അപ്പോ ഇത് ആദ്യം ഈ ഉലിസിസിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പിന്നീട് അന്വേഷിച്ചു വരുമ്പോഴാണ് ഈ ബാങ്കാണ് ശരിക്കും ഈ പട്ടണത്തിനെ കീപ്പ് ചെയ്യുന്നത്. കാരണം ഈ ബാങ്കിനകത്ത് ഒരു എന്താ പറയാ ജാപ്പനീസ് ക്രൈം സിൻഡിക്കേറ്റ് ആയിട്ടുള്ള യക്കൂസയുടെ US-ലെ അതായത് മീൻസ് അമേരിക്കയിലെ അവർ നടത്തുന്ന ഇല്ലീഗൽ എല്ലാ ബിസിനസിന്റെയും എമൗണ്ട് ബൾക്കായിട്ട് ഒരു ഫിക്സഡ് പോലെ വെച്ചിരിക്കുന്ന ഒരു എന്താ പറയാ ഒരു വോൾട്ടാണ് ഈ ബാങ്ക് ആക്ച്വലി ഈ നോർമൽ എന്ന് പറഞ്ഞ സിറ്റിയിലുള്ളത്. അതുകൊണ്ട് തന്നെ യക്കൂസയുടെ അണ്ടർ കൺട്രോളിലാണ് ഈ ബാങ്ക് ഇരിക്കുന്നത്. അപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡെപ്പോസിറ്റിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചുറ്റുവട്ടത്തുള്ളവരും അവിടുത്തെ ആൾക്കാരൊക്കെ അവര് യക്കൂസ കൊല്ലും. അപ്പോ അവിടുത്തെ മേയറും യക്കൂസ ഗ്യാങ്ങുമായിട്ടുള്ള ഒരു ഉടമ്പടിയുടെ മേലിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ആ ഒരു ബാങ്കിലേക്കാണ് ഈ ലോറി ആൻഡ് കീത്ത് എന്ന് പറഞ്ഞവര് കൊള്ളയടിക്കാൻ ചെല്ലുന്നത്. അപ്പൊ അതിനെ തുടർന്നാണ് ഈ ഷൂട്ട് ഔട്ട് ഉണ്ടാവുന്നത്. അപ്പൊ ഈ എന്താ പറയാ ഇതൊക്കെ മനസ്സിലാക്കുന്ന ഉളിസിസിനെ ആക്ച്വലി അവിടുത്തെ മേയർ പിന്നീട് എന്താ പറയാ ഇവര് ബാങ്ക് വളയുന്നു. അതായത് എന്താ പറയാ പോലീസുകാർ മാത്രമല്ല അവിടെ താമസിക്കുന്ന ആളുകളും ഇൻക്ലൂഡിങ് അവിടുത്തെ പട്ടണത്തിലെ ആളുകൾ സഹിതം ഈ പോലീസിന്റെ കൂടെ നിന്നിട്ട് ഈ ഉലിസിസിനെ ഇവരെ കൊല്ലാൻ അതായത് ഈ ലോറി ആൻഡ് കീത്തിനെ അവരെങ്ങനെയും കൊല്ലുക ഇത് ഇൻ ഓർഡർ ആക്കുക എന്നൊരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഉലിസിസിന് 2 ഓപ്ഷനാണ് ഈ മേയർ കൊടുക്കുന്നത്. അവിടുത്തെ മേയർ വന്നിട്ട് കൊടുക്കുന്നത്. ഒന്നുകിൽ ലോറി ആൻഡ് കീത്ത് ഇവരെ കൊന്നു കളഞ്ഞിട്ട് ഇവരുടെ കൂടെ ചേർന്ന് ഒരു ഫുൾ ടൈം ഷെരീഫ് അതായത് ഇപ്പൊ ആള് ടെമ്പററി പോസ്റ്റ് ആണ് ആ പട്ടണത്തിലെ ഫുൾ ടൈം ഷെരീഫായിട്ട് മാറുക. അതല്ലെങ്കിൽ ലോറി ആൻഡ് കീത്ത് അവരുടെ കൂടെ മരിക്കുക. ഈ 2 ഓപ്ഷനാണ് ഉലിസിസിന് കൊടുക്കുന്നത്. അപ്പോ ഈ ഒരു ഇഷ്യൂല് ഉലിസിസ് എന്താണ് ചെയ്യുക, പിന്നീട് എന്താണ്, അതായത് ഇവരെ കൊല്ലുമോ അതോ ഇവരുടെ കൂടെ നിൽക്കുമോ? ആക്ച്വലി ലോറി ആൻഡ് കീത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വേറൊരു അവസ്ഥയില്ലാണ്ടോ എന്തുമായിക്കോട്ടെ ഇങ്ങനൊരു സംഭവത്തിൽ പെട്ടുപോയ ഈ 3 പേര് എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ നോർമൽ എന്ന സിനിമയിൽ കാണിക്കുന്നത്. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ ഈ പടത്തിന്റെ ഒരു ദൈർഘ്യം. ഒരു പോപ്കോൺ വാച്ച് ആയിട്ടിരുന്ന നല്ല ഭംഗിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ്. മെയിൻലി ബോബ് ഒഡെൻകിർക്കാണ് ഇതിനകത്ത് ഉലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നത്. അതായത് ഈ ബോബ് ഒഡെൻകിർക്ക് ഈ ബെറ്റർ കോൾ സോള്, ബ്രേക്കിംഗ് ബാഡിലൊക്കെ നമ്മുടെ ലോയർ ആയിട്ടുള്ളതാണ്. അങ്ങേര് ഇപ്പൊ റീസെന്റ് നോബഡിയൊക്കെ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. അപ്പൊ പുള്ളിയാണ് ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള എന്താ പറയാ ഉലിസിസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നത്. പിന്നെ ലീന ഹീഡി, ജെസ് മെക്ലൻഡ്, ഹെൻറി വിംഗ്ലർ എന്നിവരൊക്കെയാണ് മെയിൻ ആക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഇതൊരു എന്താ പറയാ ജസ്റ്റ് ഒരു പോപ്കോൺ വാച്ചാണ്, ഒരു ഗുഡ് വാച്ച് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സിനിമയാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡു ചെക്ക് ഔട്ട് നോബഡി. അപ്പൊ ഇതാണ് നോബഡിയുടെ എൻ്റെ റിവ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.